ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കുക. അവരുടെ ഓവറോൾ എനർജി നമുക്ക് നോക്കാം. പേജ് ഓഫ് വാൻസ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഇനി അവരുടെ നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പേജ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ടു ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ പേജ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആൾക്ക് നമുക്ക് കണ്ടില്ലേ, പേജ് ഓഫ് വാൻസ് ആണ്. ഇപ്പോഴും ആൾ ആലോചിക്കുകയാണ് നെക്സ്റ്റ് ഇനി എന്താണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കാര്യമാണ് കേട്ടോ ആലോചിക്കുന്നത്. പക്ഷേ ആളുടെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളോടുള്ള ആ ഒരു ഇപ്പോഴും അവർക്ക് നിങ്ങളെ ആ ഒരു പ്രതീക്ഷയുണ്ട്, നിങ്ങളുടെ ബന്ധത്തിലൊരു പ്രതീക്ഷ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഇപ്പോഴും അവർ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് എന്നതാണ് കാണുന്നത്. ഇപ്പോൾ എന്ത് പ്രശ്നത്തിലൂടെ നിങ്ങളുടെ ബന്ധം പോയാലും, നോ കോണ്ടാക്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങളോടുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അതവർ കാത്തു സൂക്ഷിക്കുന്നു. അതാണ് അവരുടെ ഫീലിങ്സിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ടു ഓഫ് ഷോർട്സിൻ്റെ എനർജി ആയതുകൊണ്ട് തീരുമാനം എടുക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് കാണുന്നത്. എന്തോ അവർ കണ്ണ് കെട്ടിയൊരു അവസ്ഥ, അല്ലെങ്കിൽ രണ്ട് വശത്തു നിന്നും അവർക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. രണ്ട് വശം എന്ന് ഉദ്ദേശിക്കുന്ന ഒന്ന് നിങ്ങളാവാം, ഒന്ന് അവരുടെ ഫാമിലി ആകാം, എല്ലാവർക്കും. അല്ലെങ്കിൽ ഇത് ഒരു വേറെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം കേട്ടോ. എന്തും സിറ്റുവേഷൻ ആവാം, അതിലൊന്ന് നിങ്ങളാവാം. അപ്പോൾ എങ്ങനെ ആയാലും ഇവിടെ രണ്ട് മൈൻഡിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയായിട്ടാണ് കാണുന്നത്. ഓരോന്ന് എടുത്തു നോക്കാം എന്താണെന്നുള്ളത്. ഓവറോൾ എനർജിയിൽ ഒരു ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ നിങ്ങളുടെ ഒരു കുറവുണ്ട്, നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ നിങ്ങളോടുള്ള ഫീലിങ്സിൽ ഒരു കാര്യത്തിൽ അവർക്ക് ഉറപ്പുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ ഒരു പ്രതീക്ഷ. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തിക്കൊരു പ്രതീക്ഷയുണ്ട്, ഒരു മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത്. കിങ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഓവറോൾ എനർജിയിൽ കരിയർ സംബന്ധമായ പല പ്രശ്നത്തിലും നിങ്ങളുടെ വ്യക്തി ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ചുറ്റിലും എല്ലാം ഉണ്ടെങ്കിലും അവരുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എത്തണം എന്നുള്ള ചിന്താഗതിയിലാണുള്ളത്. പക്ഷെ നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്ത്, ഫീലിങ്സിലേക്ക് വരുന്ന സമയത്ത് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അവർ ആ ഒരു ഉറച്ച മനസ്സിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവരുടെ ഉറച്ച ചിന്താഗതി സ്ട്രോങ് ആണ്. ആൾ ഓക്കെ ആയിട്ട് വരും. എന്തും ഓക്കെ എടുക്കാനുള്ള ശക്തി നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് ഉറപ്പുണ്ട് ഈ ഒരു ബന്ധത്തിലൊരു സ്റ്റെബിലിറ്റിയോടുകൂടി ഈ ബന്ധം മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ ഉറച്ച നിലപാടുമായിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളതെന്നാണ് കാണുന്നത്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളെ ഇപ്പോൾ അവർക്ക് പുറത്ത് പ്രകടിപ്പിക്കാനൊന്നും പറ്റുന്നില്ല. നിങ്ങളിപ്പോൾ അല്ല അവരുടെ മനസ്സിലാണ് അവർ നിങ്ങളെ കൊണ്ടു നടക്കുന്നത്. അതാണ് മെയിൻ കാണുന്നത്. ഫീലിങ്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ മനസ്സിലാണ് കൊണ്ടു നടക്കുന്നത്, പുറമേ ആരോടും. പക്ഷെ ഉറച്ചൊരു തീരുമാനം അവരെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. ആ ഒരു തീരുമാനം സ്ട്രോങ് ആണ് എന്നതാണ് മെയിനായിട്ട് കാണുന്നത്. അവരെ മനസ്സിൽ നിന്ന് അവർ ആരെടുത്തും ഇപ്പോൾ ഒന്നും പറയുന്നില്ല, അതിട്ടാണ് വെച്ചിരിക്കുന്നത് നിങ്ങളെ. പക്ഷേ ഇവിടെ ഒത്തിരി ഫീലിങ്സ് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. കണ്ടോ, അവരുടെ എനർജി ആയാലും ഏത് അവസ്ഥയിലായാലും നിങ്ങളുടെ ഫീലിങ്സിൽ നോക്കുന്ന സമയത്തും നമുക്ക് ഏസ് ഓഫ് കപ്സ് ആണ്. ഇനിയിപ്പോൾ
അവരുടെ എനർജി, ഓവറോൾ എനർജി നോക്കുന്ന സമയത്തും ക്യൂൻ ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഒരിക്കലും മാഞ്ഞു പോകുന്നതല്ല, അല്ലെങ്കിൽ ഒരിക്കലും ആണെന്ന്. ഇത് കണ്ടോ, ഒത്തിരിയേറെ സ്നേഹം ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് നിങ്ങളിലേക്ക്. അത്രയും സ്നേഹം നിങ്ങളടുത്തുണ്ട്. അതും അവർ സീക്രട്സ് ആയിട്ട് ആരോടും പറയാതെ കാര്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ട്. എന്തോ ഒരു കാര്യത്തിൽ അവർ ഉറച്ചൊരു തീരുമാനം നിങ്ങൾക്ക് വേണ്ടി അവരെടുത്തിട്ടുണ്ട്. ആ എടുത്ത തീരുമാനത്തിൽ അവർ ഉറച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ മുന്നോട്ട് പോവുകയാണ്. അവർക്ക് വിശ്വാസമുണ്ട് ആ ഒരു കാര്യം ശരിയായി വരും. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്തോ ഒരു കാര്യം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ഉറച്ചൊരു തീരുമാനം എടുത്തതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യം അവരെ സ്റ്റക്കാക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കാം. ഈ സാഹചര്യം സ്റ്റക്കാക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കാരണം നിങ്ങളെ ഉള്ളിൽ അവരിങ്ങനെ കൊണ്ടെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സ് എത്രയൊക്കെ നിങ്ങളിൽ നിന്നും പുറത്ത് കിടക്കണമെന്ന് അവർ വിചാരിച്ചാലും അവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് മെയിനായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കാം, നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ തീരുമാനമൊന്നും എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. പക്ഷേ മനസ്സിനുള്ളിലുള്ള ആ ഒരു പ്ലാൻ എന്ന് പറയുന്നത്, മാരേജൊക്കെ അവർ തീരുമാനിച്ചുറപ്പിച്ചതായിട്ടാണ് കാണുന്നത് കേട്ടോ. യാതൊരു സംശയമില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഫിനാൻസ് സംബന്ധമായ പ്രശ്നത്തിലൊക്കെ കുറച്ചൊരു അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം. എന്തായാലും ഇത് തന്നെയാണ് ഒരു ബാലൻസ്. അവർക്ക് ഒരു ഫിനാൻസ് സംബന്ധമായ കാര്യമാണ് കാണുന്നത് കേട്ടോ. എന്തോ ഒരു ജോലിയുടെ കാര്യത്തിലായിരിക്കാം ആൾക്കൊരു കരിയറിലൊക്കെ ആൾക്കൊരു ബാലൻസ് വേണം. അപ്പോൾ പൈസ സംബന്ധമായ കാര്യമാണ് നിങ്ങൾക്കിടയിൽ വിഷയമാകാം കുറച്ച് പേർക്ക്. കാരണം അതിലൊരു ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ കാര്യത്തിൽ ആൾക്കൊരു ബാലൻസ് കൊണ്ടുവരാൻ പറ്റൂ. കാരണം ഇത് ശരിയായി വരും കേട്ടോ. ഈ ഒരു കണക്ഷൻ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നല്ലൊരു സമയം നിങ്ങൾക്ക് വേണ്ടി വരുന്നു എന്ന് തന്നെയാണ്. ടെമ്പറൻസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരുന്നതിന് ഫലമുണ്ടാകും എന്നുള്ളത് തന്നെയാണ് കാർഡ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജഡ്ജ്മെൻ്റ് ആണ്. ഇത് വിധിയാണ്. നിങ്ങളെ തമ്മിൽ ഇപ്പോൾ അകറ്റിയത് വിധി തന്നെയാണ്. എന്നാൽ മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. യാതൊരു സംശയവുമില്ല. പിന്നെ വന്നിരിക്കുന്നത് മെജീഷ്യനാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ നേടിയെടുക്കും. അവരുടെ എന്തോ കരിയർ പ്രശ്നം മൂലമായിരിക്കാം. കുറച്ച് പേർക്ക് അങ്ങനെയുണ്ട്. ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലൊക്കെ കുറച്ചൊരു ബാലൻസ് വരുത്താൻ അവർ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും ആളൊന്ന് ഓക്കെ ആയിട്ട് വേണം ആൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാനായിട്ട്. കുറച്ച് പേരുടെ വ്യക്തികൾ എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റക്കാണ്. കാരണം അവരുടെ ഒരു വശത്ത് ഫാമിലി ആയിരിക്കാം, അവരുടെ സിറ്റുവേഷൻ ആയിരിക്കാം, അവർ ഉത്തരവാദിത്തമുള്ള വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ പല കാര്യങ്ങളും അവർക്ക് മറച്ചു വെക്കേണ്ട ഒരു അവസ്ഥയാണ്. ആരോടത്തും പറയാൻ പറ്റുന്നില്ല എന്ന മനസ്സിലാണ് അവർ കൊണ്ടു കിടക്കുന്നത്. പക്ഷേ അവരുടെ ഉള്ളിൽ ഇതിൽ നിന്ന് പുറത്ത് കിടക്കണം എന്ന ചിന്ത ഇടയ്ക്കൊക്കെ വരാറുണ്ട് നിങ്ങളിൽ നിന്നും. കാരണം ഒരുപാട് ഉത്തരവാദിത്തം കൂടുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്തായിരിക്കാം. പക്ഷെ അവർക്ക് പറ്റുന്നില്ല. കാരണം നിങ്ങളെ ഒഴിവാക്കാൻ ആർക്ക് സാധിക്കുന്നില്ല എന്നാണ് കാർഡ് പറയുന്നത്. അത്രത്തോളം നിങ്ങളെന്ന് പറയുന്ന അവരുടെ ഹസ്ബൻഡ്, വൈഫ്, കുട്ടികളൊക്കെ അടങ്ങുന്ന ബന്ധങ്ങളായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെയാണ് അവർ കാണുന്നത്. നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. കാരണം അവരുടെ കരിയറിലൊക്കെ കുറേ പ്രശ്നങ്ങൾ വന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. കുറച്ച് പേർ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിൽ കുറച്ച് ടൈറ്റ് കടങ്ങളും കുറച്ച് ബാധ്യതകൾ, അവരുടെ എന്താ പറയുക, ഓവർ സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അവരൊന്ന് മാറി നിന്നേ ഉള്ളൂ. ഫാമിലി പ്രശ്നങ്ങളും അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നിട്ടുണ്ട് അവർക്ക്. അപ്പോൾ അതിൻ്റേതായ മാറ്റമാണ് അവർക്ക് വരുന്നത്. അല്ലാതെ നിങ്ങളോടുള്ള വിശ്വാസത്തിനോ നിങ്ങളുടെ ഈ ഒരു നിങ്ങളെന്ന് പറയുന്ന ആ വ്യക്തിയുടെ വലിയൊരു സ്വപ്നമാണെന്നാണ് ആദ്യം തന്നെ കിട്ടിയത്. ആ ഒരു സ്വപ്നം, ആ ഒരു പ്രതീക്ഷ, ആ ഒരു വിശ്വാസം അത് മുറുകെ പിടിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരിക്കലും വിട്ടു മാറിയിട്ടില്ല. ജഡ്ജ്മെൻ്റാണ്. വിധി നിങ്ങൾക്ക് അനുകൂലമായി വരും എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത് കേട്ടോ. എന്ത് തന്നെ സാഹചര്യം ആയാലും വിധി നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വരും. ഈ ഒരു പക്ഷെ കുറച്ച് ടൈം എടുക്കും എന്ന് കാണുന്നുണ്ട് കേട്ടോ. പ്രത്യേകം പറയാണ്, കുറച്ച് സമയം എടുക്കും. പക്ഷേ മാരേജ് ആയാലും റീകൺസിലേഷനൊക്കെ ആയാലും റിയൂണിയൻ ആയാലും ഒക്കെ നിങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഇവിടെ കാർഡ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് യാതൊരു സംശയമില്ല, ഇത് മാറി തിരിച്ച് നിങ്ങളുടെ ജീവിതം പഴയതിനേക്കാളും ബെറ്ററായി മാറും എന്ന് തന്നെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം.
ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലെ കൂടിയൊക്കെയാണ് പോകുന്നതെങ്കിൽ അതൊക്കെ ചേഞ്ച് ആയിട്ട് വരും കേട്ടോ, മാറി വരും. അത് എന്തൊക്കെ പ്രശ്നം, ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഡിസിഷനൊന്നും എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ കാര്യത്തിൽ, പക്ഷെ അത് മാറും. ആ ഒരു ഡിസിഷനുമായിട്ട് ആ വ്യക്തി വരും നിങ്ങളിലേക്ക് തന്നെ കേട്ടോ. ഇതാണ് കാണുന്നത്. പാലക്കാട് ടൈലറിങ്, കോഴിക്കോട് സ്റ്റുഡൻറ്റ്, മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരായിരിക്കാം. ലെറ്റർ എ ആണ്. ലെറ്റർ ഇ ആണ് വന്നിരിക്കുന്നത്. പർപ്പിൾ കളർ, പാലക്കാട്, പത്തനംതിട്ട, റീയൂണിയൻ ഉണ്ടാകും. ലെറ്റർ ഐ, പൂരം നക്ഷത്രം. ലെറ്റർ ക്യൂ ആണ് വന്നിരിക്കുന്നത്. പൂരുരുട്ടാതി നക്ഷത്രം. ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ബന്ധത്തിന് വേണ്ടി.